നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സാധാരണക്കാരൻ വീട് വെക്കുമ്പോൾ കുറേയേറെ സംശയങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സംശയങ്ങളാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു വീടിന്റെ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ ഇല്ലയോ? വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പം ഞാനൊരു വാസ്തു കൺസൾട്ടന്റ് അല്ല പ്രധാനമായിട്ടും. ഇപ്പൊ അതൊരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അതിനെ മതപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ കൂട്ടിക്കുഴച്ച് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിപ്പം ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഇപ്പൊ ചിലർക്കത് നോക്കുന്നവരുണ്ട്, ചിലർ നോക്കാത്ത ആൾക്കാരുണ്ട്, ചിലര് അത് പകുതി രണ്ടു മൂന്ന് രീതിയിലാണ്. ചിലർക്ക് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ കന്നിമൂലയ്ക്ക് ബെഡ്റൂം വരണം, അല്ലെങ്കിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല, ഇപ്പൊ കിച്ചന്റെ സ്ഥാനം, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്. ചിലര് മൊത്തത്തിൽ അതിനകത്ത് നൂല് കണക്ക്, അല്ലെങ്കിൽ അതിന്റെ അടിക്കണക്ക്, കോല് കണക്ക്, അങ്ങനെയുള്ള കുറെ കണക്കുകളൊക്കെ വെച്ചിട്ട് അതിന്റെ കറക്റ്റ് അളവും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് അതിനകത്തൊരു മില്ലിമീറ്റർ പോലും മാറ്റം വരാത്ത രീതിയിൽ കണക്ക് നോക്കി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ നമ്മള് ബേസിക്കലി നമ്മൾ കോൺട്രാക്ടേഴ്സ് ആണ്, നമ്മൾ എഞ്ചിനീയേഴ്സ് ആണ്. നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ പ്ലാൻ വരച്ച് ഡിസൈൻ ചെയ്ത് അതിന്റെ 3Dയും 2Dയും ചെയ്ത് വീടിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് വരുന്നതിൽ ഒരു 99% ആൾക്കാർ പറയുന്നത് വാസ്തു വേണം എന്നാണ്, വാസ്തുപരമായിട്ട് പ്ലാൻ വരയ്ക്കണം എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയുള്ള കൺസൾട്ടിങ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാണ് നമ്മൾ പ്ലാൻ വരയ്ക്കുന്നത്. ഇനി അഡീഷണൽ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ നോക്കണമെങ്കിൽ അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള കൺസൾട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകാം. അപ്പൊ നമ്മൾ അവരോട് അങ്ങനെയാണ് സാധാരണ പറയാറ്. നമ്മൾ അതിന്റെ ഒരു പ്ലാൻ വരച്ച് ഒരു ഇനിഷ്യൽ 2D ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് മറ്റുള്ളവരെ കാണിക്കണമെങ്കിൽ കാണിക്കാം. അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ഇപ്പൊ ഒരു പ്രാവശ്യം മാറ്റം വരുത്തി നമ്മൾ അതിന്റെ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ കഴിവതും പിന്നീട് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മളിപ്പോ കേരളത്തില് ഒരു 100 പേരോട് ചോദിച്ചാൽ 100 രീതിയിലായിരിക്കും പലരും വാസ്തുപരമായിട്ടുള്ള കണക്കുകൾ പറയുന്നത്. ഒരാള് 100% ഇതിന്റെ നല്ല രീതിയിൽ അതിന്റെ ഒരു വാസ്തു കൺസൾട്ടന്റ് ആണെന്ന് പറഞ്ഞ് വരച്ചു തരുന്ന പ്ലാന് വേറൊരു അടുത്ത് ചെല്ലുമ്പം അവരതിനകത്ത് കുറ്റങ്ങൾ കണ്ടുപിടിച്ച് മാറ്റാറുണ്ട്. അപ്പൊ അതിനകത്ത് ഏതാ ശരി തെറ്റെന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി ചെയ്യുക എന്നുള്ളതിന് ഒരു താല്പര്യമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മൾ അതിനകത്തൊന്നും പറയാറില്ല. നമ്മൾ വരയ്ക്കുമ്പം കന്നിമൂലയ്ക്ക് ബെഡ്റൂം വരാം, അല്ലെങ്കിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല, കിച്ചന്റെ സ്ഥാനം, അഗ്നികോണ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ പ്ലാൻ വരയ്ക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരെയും പേടിപ്പിച്ച് ഇപ്പൊ ഒരു വീട് പണി തുടങ്ങി കഴിയുമ്പം അയ്യോ ബെഡ്റൂം ഇങ്ങനെ ആയി പോയോ, അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇവിടെ അല്ലായിരുന്നു വരേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് വരേണ്ടതൊക്കെ പേടിപ്പിച്ച് നമ്മളെ കൊണ്ട് അഡീഷണൽ ആയിട്ട് പൊളിച്ചു പണിയുന്ന, വീട് പണി തുടങ്ങി കഴിഞ്ഞിട്ട് പൊളിച്ചു പണിയുക. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുക. കഴിവതും നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്ത് വെക്കുക. പിന്നെ ചില ബ്ലണ്ടറായിട്ടുള്ള കുറെ കാര്യങ്ങൾ പലരും പറയും. ഇപ്പം ക്ലോസറ്റ് കിഴക്കോട്ട് തിരിച്ചു വെക്കാൻ പാടില്ല, കിഴക്കോട്ടിരിക്കാൻ പാടില്ല. ഇപ്പൊ ഒരു ഇപ്പോഴത്തെ വീടുകളുടെ എല്ലാം ടോയ്ലറ്റ് വീടിനുള്ളിലാണ്. മുൻകാലങ്ങളിലൊക്കെ അത് പുറത്തുള്ള രീതിയിലൊക്കെ ആയിരുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും ഒരു വസ്തുത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ ഏത് രീതിയിൽ വെച്ച് ഒരു ഫ്ലാറ്റ് പണിയുന്നവരോ, അല്ലെങ്കിൽ ഇപ്പം സിറ്റി ഏരിയയിലൊക്കെ ചെറിയ പ്ലോട്ടിലൊക്കെ വീട് വെക്കുന്നവര്, അല്ലെങ്കിൽ സെറ്റ് ബാക്ക് ഒക്കെ തീരെ കുറഞ്ഞ പ്ലോട്ടിലൊക്കെ വീട് വെക്കുന്നവർക്ക് ഇപ്പൊ കിഴക്കോട്ട് മാത്രമേ ക്ലോസറ്റ് വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പ്ലാൻ വീട് വെക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഉള്ള സ്ഥലത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ എഞ്ചിനീയറെ സംബന്ധിച്ച് അതിനകത്ത് നമ്മുടെ ആ ഒരു പ്ലാൻ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് വരയ്ക്കുക എന്നുള്ളതാണ്. മാക്സിമം ക്രോസ് വെന്റിലേഷൻസ് കൊടുക്കുക, കുറച്ച് നല്ല ഓപ്പണിങ്സ് കൊടുക്കുക, ലൈറ്റും വായുവും വീടിനുള്ളിൽ കയറണം. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു വാസ്തു എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് മറ്റു രീതിയിലുള്ള ചെറിയ 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 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അതിനെ വീടിനെ മൊത്തത്തിലെ കുളവാക്കി പലരും വീട് താമസിക്കാൻ പറ്റാത്ത രീതിയിലാക്കി വെക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. നമുക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല. അവരങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവര് അധിക പൈസ അവരുടെ നിന്ന് പോവുകയുള്ളൂ. നമ്മുടെ മനസ്സമാധാനം പോവും, അതോടൊപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും കൂടെ ചിലവാകും. ഇപ്പൊ മിനിമം രീതിയിൽ ചെയ്യേണ്ട വർക്കുകളൊക്കെ അഡീഷണൽ ആയിട്ട് കുറെ വർക്കുകൾ ചെയ്തിട്ട് പൊളിച്ചു പണിതിട്ട് അത് വേറൊരു രീതി ചെയ്യും. ആ വീട്ടിൽ താമസിക്കാനും ബുദ്ധിമുട്ടാവും. അതുപോലെ ബെഡിന്റെ ഹെഡ് വെക്കുന്നത്, അതൊക്കെ പലരും പറയുന്നതാണ് തെക്കോട്ട് വെക്കാൻ പാടില്ല. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ശ്രദ്ധിച്ച് ഇപ്പൊ നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പം അതിനകത്ത് ഇപ്പൊ വെന്റിലേഷന്റെ കാര്യം നോക്കുക. വിൻഡോ വരുന്നിടത്ത് വിൻഡോ മറഞ്ഞു പോകാത്ത രീതിയിൽ കട്ടിലിടുക. ഇനി അതല്ലെങ്കിൽ ടോയ്ലറ്റ് വരുന്ന ഓപ്പണിങ്സ് കവർ ചെയ്യാത്ത രീതിയിൽ ബെഡ് വരിക, അല്ലെങ്കിൽ അതിന്റെ ബെഡ് സ്വിച്ച് വരുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ അതിന്റെ സൈഡ് ടേബിൾ എവിടെയാണ് വരുന്നത്, ഡ്രസ്സിംഗ് ടേബിൾ എവിടെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു ഫർണിച്ചർ ലേഔട്ട് മനസ്സിലാക്കി ആ വീട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് അതിനകത്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആ വീട് പണി നല്ല രീതിയിൽ തീർക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ താല്പര്യമാണ്. അവര് പണം മുടക്കി അവർ വെക്കുന്ന വീടാണ്. അപ്പൊ അവരുടെ ഇഷ്ടത്തിന് ഇത് ചെയ്യാം. അപ്പൊ നമ്മളൊരു എഞ്ചിനീയറെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ പലരും പറയുമ്പം അവരുടെ നിർബന്ധത്തിന് അവർ താമസിക്കേണ്ട വീടാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ വരയ്ക്കാറുണ്ട്.
അപ്പൊ അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീട് വെക്കുക എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ള കാര്യം.